എന്താ വില? ഇതിന് 1,39, 1,39,000. 14 വണ്ടിക്ക് അല്ലേ? 12 വണ്ടീനേക്കാളും വില കുറവാണ് 14 വണ്ടിക്ക് അല്ലേ? ഇത് നമുക്ക് 1,75 കിട്ടും. 1,75,000 രൂപയ്ക്ക് അല്ലേ? ഓക്കെ, 16 വണ്ടി 1,75 കൊടുക്കുമ്പോൾ പിന്നെ എനിക്ക് 2 ലക്ഷം രൂപ സുഖമായിട്ട് ലോണും കയറും അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടികളാണ്. 3,20,000. 3,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 13 റിക്സ് ഡീസൽ വീഡിയോ കിട്ടും അല്ലേ? മിഡിൽ ഓപ്ഷൻ വണ്ടി ഒരുവിധ എല്ലാവിധ ഫീച്ചേഴ്സും വരും. 1,90,000 രൂപ. അതിൽ എന്തെങ്കിലും കുറയുമോ? വന്ന് സംസാരിക്കാൻ നമുക്കൊരു 5 രൂപയോളം കുറയ്ക്കും. പക്ഷെ വണ്ടി വേറെ ലെവലാണ് കേട്ടോ. 11 ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കുറച്ച് മോഡൽ കൂടിയതാണെന്ന് ഞാൻ വിചാരിച്ചത് അല്ലേ? നല്ല വൃത്തിയുണ്ട് വണ്ടി. പിന്നെ 88,000 ഒക്കെ ഏകദേശം ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിനാണ്. ഡ്രസ്സ് 2019 മോഡൽ. 19 ആണ്. 19 ഡീസൽ അത്? അതെ, ഡീസലാണ്. ഡീസൽ വണ്ടി അല്ലേ? എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ലോ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. അതായത് വില കുറച്ച് കിട്ടണം, വണ്ടി കിടലിനായിരിക്കും വേണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ തരാൻ പറ്റുന്ന കുറച്ചധികം വണ്ടികൾ കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനുള്ളത് കണ്ണൂരാണ്. കണ്ണൂർ തളിപ്പറമ്പാണ്. തളിപ്പറമ്പ് ടൗണിൽ തന്നെ നമ്മുടെ മൈക്കാറിലാണ് കേട്ടോ. മൈക്കാറിൽ ഇപ്രാവശ്യം കുറേയധികം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നതും ഞാൻ ഒരാളോട് പറയുന്നത്, നിങ്ങൾ യൂസ്ഡ് കാറാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 100% നിങ്ങൾ വണ്ടിയുടെ ക്വാളിറ്റി നോക്കുക. ക്വാളിറ്റി നോക്കിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇവർ ആ ഒരു കാര്യത്തിൽ ഗ്യാരണ്ടി പറയാം. നല്ല വൃത്തിയുള്ള വണ്ടികളാണ്. പിന്നെ മാക്സിമം നിങ്ങൾക്ക് വിലയും കുറച്ച് തരും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടുവരുന്നൊരു വീഡിയോ ഉണ്ടെന്ന് പറയണേ. സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടിക്കോളും, നല്ല വണ്ടി നടക്കുന്നവർക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ചധികം വണ്ടികളുണ്ട്. എല്ലാത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം ചെറിയൊരു മഴക്കാലമുണ്ട്. അതിൻ്റെ പുറമെ പിന്നെ കുറേ വണ്ടികൾ കാണിക്കാനുണ്ട്. ഇൻറ്റീരിയറൊക്കെ ഓരോന്ന് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കത് മൊത്തം കാണിക്കാൻ പറ്റില്ല. പക്ഷേ വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ പറഞ്ഞാൽ നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫോട്ടോയും എല്ലാ സംഭവം അയച്ചു തരും കേട്ടോ. അപ്പോൾ എന്തായാലും സമയം കളയണ്ട, വേഗം. അപ്പോൾ എന്തായാലും നമ്മുടെ മൈക്കാറിൽ ഇപ്രാവശ്യം ഒരുപാടധികം വണ്ടികളുണ്ട്. പല പ്രൈസ് റേഞ്ചിലുള്ള വണ്ടികളുണ്ട്. നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടല്ലോ വീഡിയോ എടുക്കുന്നത്. എങ്ങനെയാണ് പേരെങ്ങനെയാണ്? അഞ്ചു. എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ വണ്ടികളുടെയൊക്കെ ഒരു വിലക്കുറവാണോ? വിലക്കുറവ് തന്നെയാണ്. മാക്സിമം വില കുറച്ച് കൊടുക്കാം. അതെ, നല്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ അടിപൊളിയല്ലേ? ക്വാളിറ്റി നല്ല അടിപൊളി കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ പല വേരിയന്റിലുള്ള വണ്ടിയുണ്ട്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് അങ്ങ് പറഞ്ഞു കൊടുത്താലോ? എന്നാൽ പിന്നെ നമുക്ക് ഇയോൺ അങ്ങ് തുടങ്ങിയാലോ? ഇയോൺ ഇപ്പോൾ ഏതാ മോഡൽ? ഇത് 2012 മോഡൽ. 12 12 അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലേ വണ്ടി? ടയർ ഭാഗങ്ങളൊന്നും മോശമൊന്നുമില്ല. പിന്നെ എല്ലാ വണ്ടിയുടെ ഇന്റീരിയർ ഒന്നും ഞാൻ വെറുതെ കാണിക്കുന്നില്ല കേട്ടോ, കാരണം നമുക്ക് കുറച്ചധികം വണ്ടി ഉൾപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിൽ പറഞ്ഞു അല്ലേ? 12 മോഡൽ വണ്ടി ഓടിയതോ? 1,20,000 ഓടിയിട്ടുണ്ട്. 1,20,000 ഓടിയിട്ടുണ്ട്. പ്രോപ്പർ ഹിസ്റ്ററി കിട്ടൂലേ? കിട്ടും. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ? ഇല്ല, റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പ്രൈസ് എത്ര വരും? 1,55,000. 1,55,000. 1,55,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ 12 മോഡൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി. ഇത് മാഗ്നയാണോ? വേരിയന്റ് ഏതാ? മാഗ്നയാണ്. പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരും അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു അൾട്ടോ ഉണ്ട്. ഇത് ഏതാ മോഡൽ? 2011 മോഡൽ. 11. ഓക്കെ, 11. അതായത് ഇതൊക്കെ നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് അല്ലേ? ഇപ്പോൾ ഈ പഴയ മോഡൽ വണ്ടികളായതുകൊണ്ട് നമുക്ക് വാറണ്ടി ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. കണ്ടീഷൻ പക്കയാണോ? കണ്ടീഷനാണ് അല്ലേ? എന്തൊക്കെ കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞാലും ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ അല്ലേ? വരുന്നൊരു മാക്സിമം ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ 11 മോഡൽ ഈ ആൾട്ടോ ഇത് ഓടിയതൊക്കെ എത്രയായിരിക്കും? 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 80. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ്. ഓക്കെ, എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്ന് എടുത്ത് പറയണേ, ചോദിക്കാൻ മറന്നുപോയാൽ. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് 11 വണ്ടി? ഇത് 1,35 വരുന്നത്. 1,35. ഇപ്പോൾ ഈ പറയുന്ന പ്രൈസുകളൊക്കെ മാക്സിമം ഫൈനൽ പ്രൈസ് തന്നെയല്ലേ? ചെറിയൊരു സംസാരിക്കുകയാണെങ്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. അതായത് നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ കണ്ട് വരുന്നവർ പറഞ്ഞാൽ മാത്രം കൊടുത്താൽ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും 1,35 നിങ്ങൾക്ക് ആൾട്ടോ എടുക്കാം. അതുപോലെ തന്നെ 7 സീറ്റർ അല്ലേ? ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഗോയാണ്. ഗോ പ്ലസ് അല്ലേ? ഏതാ മോഡല്? 2016 മോഡൽ. 16. 16 അത്യാവശ്യം എന്താ പറയുക, മോഡൽ കൂടിയ ഒരു 7 സീറ്റർ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ 7 സീറ്റർ എന്ന പേരേ ഉള്ളൂ. 5 സീറ്റർ ആയിട്ട് പക്ക ഉപയോഗിക്കാം അല്ലേ? പിന്നെ കിലോമീറ്ററോ? 99,000. ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡാറ്റ്സൺ ആയതുകൊണ്ട് മാത്രം വിലയില്ലാണ്ടായി പോയ സാധനമാണ്. ഇത് നമുക്ക് എന്താ പ്രൈസ്? 1,99. 1,99. അത് പറഞ്ഞ പോലെ തന്നെ നെഗോഷ്യബിൾ ആവുമോ? നെഗോഷ്യബിൾ സംസാരിക്കാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും 1,99,000 രൂപയ്ക്ക് ഈ വണ്ടിയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഫുൾ ലോൺ തന്നെ ചെയ്ത് കൊടുക്കാം അല്ലേ? കാരണം മോഡൽ ഉള്ളതുകൊണ്ട് വേറെ അപാകതയും ഇല്ലല്ലോ. ഓക്കെ, ഒരു യോൺ കൂടി കാണിച്ചു കൊടുത്താലോ? ഇതേതാ മോഡല്? 2014 മോഡൽ. 14. 14 അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അല്ലേ? ഇതിലിപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ബോണറ്റും ഗ്ലാസും റീപ്ലേസ് ഉണ്ട്. അതായത് ബോണറ്റും മെയിൻ ഗ്ലാസും മാറിയിട്ടുണ്ട് അല്ലേ? മേജർ ഇടിയൊന്നും ആയിരിക്കില്ലല്ലോ അല്ലേ? സ്ട്രക്ചറൽ ഡാമേജ് എന്തായാലും ഒന്നും ഇല്ലല്ലോ. പിന്നെ അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് കൊടുക്കാമല്ലോ അല്ലേ? എന്താ വില? ഇതിന് 1,39, 1,39,000. 14 വണ്ടിക്ക് അല്ലേ? 12 വണ്ടീനേക്കാളും വില കുറവാണ് 14 വണ്ടിക്ക് അല്ലേ? 1,30,000. അതെ, റീപ്ലേസ്മെന്റ് വരുമ്പോൾ എന്തായാലും സ്വാഭാവികമായും വില കുറയും. 1,39,000 അല്ലേ? ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം.
ലോൺ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ ക്വാളിറ്റിയാണ് മെയിൻ. അതെ, ക്വാളിറ്റി അടിപൊളിയല്ലേ? ക്വാളിറ്റി അടിപൊളിയാണ്. റീപ്ലേസ്മെന്റ് കാര്യം മാത്രമേ ഉള്ളൂ. ആ, കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുകയുള്ളൂ അല്ലേ? അതെ. ഓക്കെ, നമുക്ക് നല്ല അടിപൊളി ഒരു നാനോയും കൂടി കാണിച്ചു കൊടുത്താലോ? നാനോ ഇത് ഏതാ മോഡൽ? 2017 മോഡൽ. 17 ആണല്ലേ? 17 ഇത് ഡിക്കി ഓപ്പൺ ടൈപ്പ് അല്ലേ ഇത് വരിക? ഓപ്പൺ ടൈപ്പ് വരുന്നത്. ഓക്കെ, അതായത് ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല. ബോഡി വൈസ് അത്യാവശ്യം നല്ല നീറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ ഗ്ലാസിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. അതുപോലെ നമുക്ക് എന്താ വെച്ചാൽ ചെയ്ത് കൊടുക്കാം അല്ലേ? അതിന് വന്നിട്ട് കണ്ട് സംസാരിക്കുക. കിലോമീറ്ററോ? 42,000 ഓടി. അത്ര ഓടിയുള്ളൂ അല്ലേ? ഓ, ഇല്ല ഓട്ടൊന്നും പറയാനില്ല. ഇതൊക്കെ പക്കയായിരിക്കുമോ? ആയിരിക്കും അല്ലേ? പിന്നെ പ്രൈസോ? 1,49,000. 1,49,000. ഇത് മാക്സിമം നമുക്ക് 1 ലക്ഷം ഒക്കെ വേണമെങ്കിൽ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും ആർക്കെങ്കിലും നല്ല അടിപൊളി ഒരു നാനോ വേണമെങ്കിൽ നോക്കിക്കോ. അതുപോലെ തന്നെ അവിടെ ഒരു വേറൊരെണ്ണം കൂടി ഉണ്ടല്ലോ, ഇതാണെങ്കിലോ? 2016 മോഡൽ. 16 ആണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? പറ്റും അല്ലേ? ഓക്കെ, അതും അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? 86. 86 ജെനുവിൻ ആയിരിക്കും അല്ലേ? പിന്നെ ഈ പറഞ്ഞ ഇതിലൊക്കെ എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടാവുമോ? ഇല്ല, മേജർ ഒന്നുമില്ല. പിന്നെ ഈ നോർമൽ തട്ടുമുട്ട് എന്തായാലും ഉണ്ടാവും അല്ലേ? പിന്നെ ചെറിയ പൈസേൻ്റെ വണ്ടിയല്ലേ, എടുത്തിട്ട് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് കൊണ്ടുനടക്കാം. പിന്നെ വേറെ കേസ് പറഞ്ഞുതരാം, ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ടയറാണ്. 16 വണ്ടി എന്താ വില? 1,400,000. 1,25,000 രൂപ അല്ലേ? ഓക്കെ, അതിലും മെയിൻ ക്ലാസ്സിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട്. പക്ഷേ അത് വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വന്നിട്ട് സംസാരിച്ചോ, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ റേറ്റ് കുറച്ചിട്ടോ അല്ലെങ്കിൽ മാറ്റിയിട്ടോ ഒക്കെ ചെയ്ത് കൊടുക്കുക അല്ലേ? ഇപ്രാവശ്യം എന്തായാലും ലോ ബഡ്ജറ്റിൽ വണ്ടികൾ കാണിച്ചു കൊടുത്തില്ല എന്നുള്ള പരാതി നമുക്ക് തീർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ അടിപൊളി ഒരു റിച്ച് ഇത് ഏതാ മോഡൽ? 2013 മോഡൽ. 13 ആണ്. ഇത് ഡീസലല്ലേ? വീഡിയോ ആണ്. അത്യാവശ്യം മോശമൊന്നുമില്ല കേട്ടോ. വണ്ടി ഓവറോൾ നല്ല വൃത്തിയുണ്ട്. പിന്നെ കിലോമീറ്ററോ? 80 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 80. അത് ജെനുവിനാ? 13 റിച്ച് വീഡിയോ 80 എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാണ്. പക്ഷെ ചെക്ക് ചെയ്തിട്ടുള്ളൂ അല്ലേ? കണ്ടീഷൻ അല്ലേ വണ്ടി? പിന്നെ വിലയോ? 3,20,000. 3,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 13 റിച്ച് ഡീസൽ വീഡിയോ കിട്ടും അല്ലേ? മിഡിൽ ഓപ്ഷൻ വണ്ടി ഒരുവിധ എല്ലാവിധ ഫീച്ചേഴ്സും വരും. പിന്നെ നല്ല മൈലേജ് കിട്ടും അല്ലേ? വേറെ അപകടങ്ങളൊന്നും ഇല്ല, റീപ്ലേസും ഇല്ല. ഗ്യാരണ്ടി ആണല്ലോ അല്ലേ? അതായത് ഇപ്പം പുറമേ ഉള്ള സാധനങ്ങളൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് പറയാം. ബാക്കി ചെക്ക് ചെയ്തോളൂ അല്ലേ, എഞ്ചിൻ വൈസ് ഒക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു സാൻഡ്രോ വേണമെങ്കിൽ ജെന്യുവിൻ കിലോമീറ്റർ ആണെന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇത് ഏതാ മോഡല്? 2007 മോഡൽ. 2007 ആണ്. 2007 കിലോമീറ്റർ എത്ര? 48 ഓടിയിട്ടുള്ളൂ. അടിപൊളി കേട്ടോ. ഇത് പ്രോപ്പർ കിലോമീറ്റർ ആണ്. പിന്നെ അതിന്റെ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് തരും. ഇതിൽ വേറെ എന്തെങ്കിലും അപാകത ഉണ്ടോ? ഇല്ല, മേജർ ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. പക്ഷെ വണ്ടി നല്ല നീറ്റാ അല്ലേ? മോശമില്ലാത്ത നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണ്. വിലയോ? 85,000. 85 രൂപയ്ക്ക് നല്ല അടിപൊളി കണ്ടീഷനിലുള്ള ഒരു വണ്ടി കൊണ്ടുപോകാം. ഇത് പിന്നെ മോഡൽ ഏതായിരുന്നു? 2007. അപ്പോൾ പേപ്പറൊക്കെ പക്കയാണോ? എല്ലാം പക്ക. ഇവിടെ ഇറക്കി കൊടുക്കുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കൊടുക്കും അല്ലേ? ആട്ടുകയും പിടിക്കില്ല, ഒരാളും പിടിക്കാത്ത കണ്ടീഷനിൽ കൊണ്ടുപോകാം നിങ്ങൾക്ക്. ഇത് എന്തായാലും നോക്കിക്കോട്ടെ, നിങ്ങൾ മിസ് ചെയ്യേണ്ട. വണ്ടി നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? റെഡിഗോ. 2016 മോഡൽ. 16 ആണല്ലേ? 16 മോഡൽ റെഡിഗോ ആണ്. ഇത് കിലോമീറ്ററോ? 46,000. 46 ഓടിയിട്ടുള്ളൂ അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ സ്പീഡിൽ എടുത്തു പോകുന്നത് കാരണം ഒരുപാട് വണ്ടികൾ ഉൾക്കൊള്ളിക്കാനുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയാൽ ഒന്നും തീരൂല അല്ലേ? നല്ല മഴ. ഏതാ? ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഉറപ്പല്ലേ? ഇത് 16 മോഡൽ. കിലോമീറ്ററോ? 46 അല്ലേ? ഓക്കെ, രജിസ്റ്റർ നമുക്ക് എടുത്ത് കൊടുക്കാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഓക്കെ, പ്രൈസോ? ഇത് നമുക്ക് 1,75,000 കിട്ടും. 1,75,000 രൂപയ്ക്ക് അല്ലേ? ഓക്കെ, 16 വണ്ടി 1,75 കൊടുക്കുമ്പോൾ പിന്നെ എനിക്ക് 2 ലക്ഷം രൂപ സുഖമായിട്ട് ലോൺ കിട്ടും അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടികളാണ്. ക്വാളിറ്റി ഉണ്ടല്ലോ അല്ലേ? ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കേസ് ഉണ്ട്, ഈ യൂസ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കണം അല്ലേ? സുഖമായിട്ട് ടെൻഷൻ ഇല്ലാണ്ട് കൊണ്ടുനടക്കാമല്ലോ. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. മാക്സിമം ലോണോട് കൂടി ഇറക്കി കൊണ്ടുപോകാം. നല്ല അടിപൊളി ഒരു സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? ഡിസയർ പെട്രോൾ. അത് പെട്രോൾ ഡിസയർ വേണ്ടവർ ഇതാ നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി ഇവിടെ ഉണ്ട്. ഇത് ഏതാ മോഡല്? 2014 മോഡൽ. 14 ആണല്ലേ? 14 മോഡൽ. പക്ഷെ നല്ല വണ്ടി നല്ല ക്ലീൻ അല്ലേ? ബോഡി വൈസ് കുഴപ്പമൊന്നുമില്ല. ബാക്കി നിങ്ങൾ എഞ്ചിൻ്റെ ഒക്കെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളും. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ്. ഓടിയതോ? 76,000 കിലോമീറ്റർ. 76,000 നമുക്ക്. പിന്നെ ഒരു റീപ്ലേസ്മെന്റും ഇല്ലാന്ന് ഗ്യാരണ്ടിയാണ്. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. നമ്മൾ പറയുന്ന ഒന്നും നോക്കണ്ട. അതുപോലെ തന്നെ ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. പിന്നെ വിലയോ? 4,25,000. 4,25. 14 പറഞ്ഞേ? 14 വണ്ടി അല്ലേ? 14 വണ്ടി പെട്രോൾ വണ്ടി ഡിസയർ 4,25,000 രൂപ. അത് നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലേ? അടുത്തൊരു വെടിക്കെട്ട് സാധനമാണല്ലേ? അതായത് നമ്മുടെ ടാറ്റയുടെ ആര്യ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇത് നമുക്ക് അങ്ങനെ സുലഭമായിട്ട് റോട്ടിൽ കാണാൻ കിട്ടാറില്ല അല്ലേ? കുറച്ച് എന്താ ലിമിറ്റഡ് പീസേ ഉള്ളൂ. പിന്നെ ഇതിപ്പോൾ ഏതാ മോഡലൊക്കെ? 2011 മോഡൽ. 11 ആണ്. 11 ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരട്ടെ. കാരണം നിങ്ങൾക്ക് അത് തരുന്ന വില വില കുറച്ച് തരുന്നതാണ്. അതായത് ഒരു പ്രോപ്പർ 7 സീറ്റർ വണ്ടിയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയാണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ്. ഇത് കണ്ടോ, നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സെക്കൻഡ് റോയിലേക്ക് സ്പേസ് ഒക്കെ കണ്ടോ? കാരണം അത്രയും വലിയൊരു വണ്ടിയാണ് കേട്ടോ.
പിന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാ സാധനവും വരും. ടയർ ഭാഗങ്ങളും എല്ലാം ഒരു ആവറേജിന്റെ മേലെ കണ്ടീഷൻ ഉണ്ട് അല്ലേ? അതെ കണ്ടീഷൻ ഇത് കിലോമീറ്റർ എത്രയാണെന്ന് അറിയാം? 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 90 ജെനുവിനാ? ജെനുവിൻ കിലോമീറ്റർ ആണ്. കാരണം 11 വണ്ടി ആയതുകൊണ്ട് അല്ല ജെനുവിൻ കിലോമീറ്റർ ചെക്ക് ചെയ്യാലോ. ചെക്ക് ചെയ്യാം അല്ലേ? മാക്സിമം ചെക്ക് ചെയ്ത് എടുക്കാം. പിന്നെ ഡീസൽ വണ്ടിയാണ്, കുറച്ച് പഴയ മോഡൽ വണ്ടിയാണ്, നല്ലോണം നോക്കുക അല്ലേ? എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല മേജർ ആക്സിഡൻസ് ഒന്നുമില്ല, പക്ക വണ്ടി. വിലയാണ് കേൾക്കണ്ട് 1,95,000. 1.95 11 വണ്ടി കൊടുക്കുക അല്ലേ? അടിപൊളി കേട്ടോ. എന്തായാലും ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട. ആർക്കെങ്കിലും എടുക്കുക, ജസ്റ്റ് ഒന്ന് സർവീസൊക്കെ ചെയ്ത് അത്യാവശ്യം കൊണ്ടുനടക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഡീസൽ വണ്ടിയാണ്. ഒരു KL 13 രജിസ്ട്രേഷൻ തന്നെയല്ലേ? ഓക്കെ. 1,90,000 രൂപ. അതിൽ എന്തെങ്കിലും കുറയുമോ? വന്ന് സംസാരിക്കാൻ നമുക്കൊരു 5 രൂപയോളം കുറയ്ക്കും. ഓക്കെ. മാക്സിമം നമ്മൾ കുറയില്ല എന്നുള്ളൊരു വർത്താനം ഇല്ല അല്ലേ? ഓക്കെ. മാക്സിമം ചെയ്ത് കൊടുക്കുക അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ എറ്റിയോസ് 2014 മോഡൽ. 14 ഡീസൽ അല്ലേ? അതെ ഡീസലാണ്. 14 ഡീസലാണ്. 20ന്റെ മേലെ മൈലേജ് കിട്ടുന്ന വണ്ടി അല്ലേ? എനിക്ക് തോന്നുന്നു ഇത് അലോവിയിലൊക്കെ സപ്പോർട്ട് ചെയ്താന്ന് തോന്നുന്നു അല്ലേ? ഇത് വേരിൻ്റെ ഏതാ അറിയോ? ഫുൾ ഓപ്ഷനാ? അന്നത്തെ ഫുൾ ഓപ്ഷൻ ആയിരിക്കും അല്ലേ? പിന്നെ കിലോമീറ്ററോ? 160 ഓടിയിട്ടുണ്ട്. 160 ഓടിയിട്ടുണ്ട്. അത് ഈ പ്രോപ്പറായിട്ട് സർവീസ് ഒക്കെ ഉണ്ടോ? പ്രോപ്പർ സർവീസും കാര്യങ്ങളൊക്കെ. ടൊയോട്ടയുടെ വണ്ടിയാണ്, കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് കൊടുത്താൽ ഒരു 10 ലക്ഷം ഒക്കെ സുഖമായിട്ട് ഓടിക്കോളൂ അല്ലേ? 14 വണ്ടി 160 ഓടി. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല മേജർ ആക്സിഡൻസ് ഒന്നും വരുന്നില്ല. നീറ്റ് വണ്ടി അല്ലേ? വിലയോ? 5,10,000. 5,10,000. 5,10,000 രൂപയ്ക്ക് ഇതാ നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. 2014 മോഡൽ. ഇത് ഒറിജിനൽ കേരള അല്ലേ? റിയൽ അല്ല? ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഓക്കെ. നല്ല വൃത്തിയുള്ള വണ്ടി. അതെ. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത ക്വാളിറ്റിയുള്ള വണ്ടി കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു എറ്റിയോസും കൂടി കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 14 വണ്ടി കാണിച്ചു കൊടുത്തു. ഇതിപ്പോൾ ഏതാ മോഡല്? 2017-18. 17-18 അല്ലേ? ഇത് റീ ആണോ? റീ ആണല്ലേ? തോന്നി റീ വണ്ടിയാണ്. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1 ലക്ഷം. 1 ലക്ഷം? 1 ലക്ഷം. ജെനുവിനാ? ഈസ്റ്റർ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. ഓക്കെ. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. റീ വണ്ടിൻ്റെ കേസൊന്നും നമ്മൾ ഒരിക്കലും ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റൂല. അതുകൊണ്ടാണ്. പക്ഷേ ഇത് പ്ലാറ്റിനം അല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതാ മറ്റേ ടാക്സി വേരിയന്റിൽ ഇങ്ങനെ വന്ന ഒരു വണ്ടി ആയിരിക്കണം അല്ലേ? പിന്നെ എന്തെങ്കിലും അപാകതകൾ തട്ടുമുട്ട് മേജർ ആക്സിഡൻസ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് ഒന്നും ഒരു റീപ്ലേസും ഇല്ല. ബോണ്ട് ഒന്നും മാറിയിട്ടില്ല. അടിപൊളി. പിന്നെ ഇതിന്റെ പ്രൈസ് എത്ര വരും? 5,75,000. 5,75,000. 17 മോഡൽ 18 വണ്ടി അല്ലേ? റീ ആണ്. മോഡൽ ഉള്ളതുകൊണ്ടാണ് റേറ്റ് വരുന്നത്. നിങ്ങൾ 5,75,000 രൂപ നിങ്ങൾ വരിക. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുവരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് സെപ്പറേറ്റ് കിട്ടും കേട്ടോ. വണ്ടി ഓവറോൾ വൃത്തിയുണ്ട്, മോശമൊന്നുമില്ല. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ വണ്ടിക്കും ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ വേമ്പേ എടുത്ത് പോകുന്നത്. ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണ്ട നമ്മുടെ ആൾക്കാർക്ക്? തീർച്ചയായിട്ടും. ഓക്കെ. കുറച്ച് സമയം കൊണ്ടേ നമ്മൾ കുറച്ച് വില കുറഞ്ഞ വണ്ടികളാണ് കാണിക്കുന്നത് അല്ലേ? അപ്പം കുറച്ച് വില കൂടിയ വണ്ടി കാണിച്ചാലോ? അടിപൊളി. അതായത് ഒരു കിടിലൻ ക്രെറ്റ. ഇതേതാ മോഡല്? 2018 മോഡൽ. 18 ഡീസലാ? അതെ ഡീസലാണ്. ഓടിയതോ? 88,000 ഓടി. അതായത് ഒരു മിഡ് വേരിയന്റ് ആയിട്ട് വരും. അതിൻ്റെ അകത്ത് ഇതാ അലവിയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 88,000 ഈസിൽ കൊടുക്കാൻ പറ്റില്ലേ? കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ ഡീസൽ വണ്ടിയാണ്, നല്ല മൈലേജ് കിട്ടും. അതേപോലെ തന്നെ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന നല്ല വൃത്തിയുള്ള ഒരു വണ്ടി കേട്ടോ. ഒരു അപാകത ഇല്ലെന്ന് ഗ്യാരണ്ടി അല്ലേ? അടിപൊളി. ഇത് നമുക്കിപ്പോൾ പ്രൈസോ? 8,99. അത് നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ വീഡിയോ കണ്ടിട്ടില്ലാണ്ട് വരുന്നവർക്ക് ഒന്നും കൊടുക്കണ്ട, വീഡിയോ കണ്ടവർക്ക് മാത്രം കുറച്ച്. അടിപൊളി. പിന്നെ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഒരു വാറണ്ടി ഒക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുത്തൂടെ? മോഡൽ കൂടിയ വണ്ടിയൊക്കെ ആകുമ്പോൾ അല്ലേ? ഓക്കെ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്ത് തരട്ടെ. എല്ലാവിധ ഫെസിലിറ്റി വേണ്ടിയിട്ട് വരിക, നല്ലോണം ചെക്ക് ചെയ്യുക, ഷോറൂമിൽ കൊണ്ടുപോകുക, നോക്കുക, എന്നിട്ട് എടുക്കുക അല്ലേ? ഡീസൽ വണ്ടിയാണ്, മിസ് ചെയ്യേണ്ട. 8,99 അല്ലേ? അതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു അമേസിംഗ് കൂടി കാണിച്ചു കൊടുത്താലോ? നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അല്ലേ? ഇതിപ്പോൾ ഏതാ മോഡല്? 2014 മോഡൽ. 14 14 പെട്രോൾ ആയിരിക്കും അല്ലേ? പെട്രോളിൽ എസ് വേരിയന്റ് ആണ് കേട്ടോ. അലോയ് വീൽസ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വണ്ടി അത്യാവശ്യം ബോഡി വൈസ് നല്ല വൃത്തിയുണ്ട്. ഇന്റീരിയർ മോശമൊന്നുമില്ല. സീറ്റ് കവറൊക്കെ. ഇത് കിലോമീറ്ററോ? 99. വലിയ പെട്രോൾ ആയതുകൊണ്ട് പിന്നെ വലിയൊരു പ്രശ്നം വരാൻ സാധ്യതയില്ല അല്ലേ? കംപ്ലൈൻസ് ഒക്കെ കുറവാണ് സാധാ ഈ ഒരു വണ്ടിയെ അപേക്ഷിച്ച്. പിന്നെ വില എത്ര വരും? 3,10,000. 3,10,000 കൊടുക്കാം. 14 വണ്ടി അല്ലേ? അടിപൊളി കേട്ടോ. അതായത് നിങ്ങൾ ആലോചിക്കണം, അതൊരു സെഡാൻ വണ്ടിയാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ക്ലീൻ വണ്ടി അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല? ഉറപ്പാണ്. അടിപൊളി കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് ഈ ഇപ്പോൾ കാണിച്ച എല്ലാ വണ്ടിക്കും കിട്ടാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്തും തരും. അപ്പോൾ എന്തായാലും എന്താ അമേസ് മിസ് ചെയ്യേണ്ട. 14 മോഡൽ വണ്ടി 3,10,000 അല്ലേ? ഇനി ഇതാണെങ്കിലോ സ്വിഫ്റ്റ്? 2019 മോഡൽ. 19 ഇത് ഡീസലോ പെട്രോളോ? ഡീസലാണ്. അടിപൊളി. അതായത് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതിന് അലവിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ബോഡി വൈസ് എന്തായാലും നല്ല നീറ്റാണ് കേട്ടോ. വീഡിയോ ചെയ്യാം? എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ എത്രയാ? 82,000 കിലോമീറ്റർ. 82,000 ജെനുവിൻ ആയിരിക്കുമല്ലോ അല്ലേ? ഇസ്തിരി ഒക്കെ കൊടുക്കാം. ഓക്കെ. അതിൻ്റെ എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ മാഞ്ഞു പോയി. എന്തായാലും 19 പറഞ്ഞേ? 19 അല്ലേ? വീഡിയോ വണ്ടിയാണ്. പ്രൈസ് എത്ര വരുന്നുണ്ട്? 6,85 വരും. ഓക്കെ. അതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ വണ്ടി ഇറങ്ങിയത് 3 സിലിണ്ടർ ഒക്കെയാണ്. അതിൽ ഡീസൽ ഒട്ട് ഇല്ലാനും. ഈ സാധനത്തിന് ഇപ്പോൾ അത്രയും മാർക്കറ്റ് ഉണ്ട് 4 സിലിണ്ടർ വണ്ടി ആയതുകൊണ്ട് അല്ലേ?
എന്തായാലും നോക്കിക്കോളൂ, നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്വിഫ്റ്റ് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. 685 മാക്സിമം ലോണും കിട്ടും. ടിയാഗോ ആണെങ്കിലോ 2021 മോഡൽ. 21 ടിയാഗോ ആണ്. അതായത് ഇത് ആ ഒരു ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടിയാണ് കേട്ടോ. ബോഡി വൈസ് അടിപൊളിയാണ്. ഇത് എക്സഡ് പ്ലസ് ആയിരിക്കും അല്ലേ? ഓട്ടോമാറ്റിക് മാനുവലോ? ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ എക്സഡ് എ പ്ലസ് ആണ്. അത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ മോഡൽ ഏതാ പറഞ്ഞാൽ 2021. 8/11/2021 ലാസ്റ്റ് 21 ലാസ്റ്റ് വണ്ടിയാണ് കേട്ടോ. ഓടിയതോ 38,000 കിലോമീറ്റർ ഓടി. 38 ഓടിയിട്ടുള്ളൂ. ഇസ്റ്റർ കൊടുക്കാൻ പറ്റുമോ? ഈസ്റ്റർ കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ പറ്റുമോ അല്ലേ? ഓക്കെ. എന്തായാലും ഓട്ടോമാറ്റിക്കലി AMT വരുന്ന നല്ലൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യണ്ട. പിന്നെ എന്ത് വില വരും? 585 വരുന്നുണ്ട്. 585 നെഗോഷ്യബിൾ ആവൂലേ? നെഗോഷ്യബിൾ ആക്കി കൊടുക്കാം. ഓക്കെ. എന്തായാലും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള 21 മോഡൽ വണ്ടി, ന്യൂ ഷേപ്പ് വണ്ടി, 585. ഇനി അതേപോലെ തന്നെ ഇതാ വിലന് വേണമെങ്കിലോ 2017 മോഡൽ. 17 ആണ്. പെട്രോൾ അല്ലേ ഇത്? പെട്രോൾ ആണ്. ZT ആയിരിക്കും അല്ലേ? CVT ഓട്ടോമാറ്റിക്. CVT ഓട്ടോമാറ്റിക് ആണ്. അടിപൊളി. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അതായത് സീറ്റ വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. ഇത് കിലോമീറ്ററോ? 66,000 കിലോമീറ്റർ. 66,000. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഇസ്റ്റർ കൊടുക്കാമല്ലോ അല്ലേ? കൊടുക്കാം. ഓക്കെ. വേറെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഒന്നുമില്ല. പക്ക വണ്ടിയല്ലേ? പ്രൈസോ? 6.4. 6.4 കൊടുക്കാം. മോഡൽ ഏതായിരുന്നു? 2017 മോഡൽ. 17. ഓക്കെ. എന്തായാലും 17 മോഡലാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 6,25,000 രൂപയ്ക്ക് അല്ലേ? അതും CVT ഓട്ടോമാറ്റിക് ആണ്. CVT എന്നുള്ളതാണ് ഹൈലൈറ്റ്. അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു 1.5 മുതലാണ്. അതായത് താറാണ്. കുറച്ച് എന്താ പറയുക, ഒരു ലക്ഷങ്ങൾ മുടക്കിയ വണ്ടി തന്നെ പറയാം അല്ലേ? 4 ടയറിന് നല്ല പൈസ ആയിട്ടുണ്ടാവും. ഇപ്പോൾ തീരാറായിട്ടുണ്ട്. അത് മാത്രമല്ല ഇതാ അവിടെ വിഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് CRDA അല്ലേ? 4 വീൽ വണ്ടി അല്ലേ? അതെ. ഓക്കെ. ഇത് മോഡലോ? 2011 മോഡലാണ്. ഇത് അത്യാവശ്യം ഓഫ് റോഡ് ഒക്കെ ഓടിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് ചോദിക്കട്ടെ, എന്തെങ്കിലും മേജർ ആയിട്ടുള്ള വിഷയങ്ങളുണ്ടോ വണ്ടിക്ക്? മേജർ റൈഡ്സ് ഒന്നും വരുന്നില്ല. ഒന്നുമില്ല. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? 88,000. 88 അല്ലേ? പിന്നെ ടു ബി ഫ്രാങ്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ടയർ ഇട്ട് റോഡിലോട്ട് ഇറങ്ങി അപ്പം പൊക്കും ആട്ടിയോ അല്ലേ? 10,000, 20,000, 30,000 ഒക്കെ അടിച്ചു തരും. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല. ടയർ മാത്രങ്ങളൊന്ന് കുറച്ച് ഉള്ളോട്ടാക്കിയാൽ മതി. പക്ഷേ വണ്ടി വേറെ ലെവലാണ് കേട്ടോ. 11 ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കുറച്ച് മോഡൽ കൂടിയതാണെന്ന് ഞാൻ വിചാരിച്ചത് അല്ലേ? നല്ല വൃത്തിയുണ്ട് വണ്ടി. പിന്നെ 88,000 ഒക്കെ ഏകദേശം ജെനുവിനായിരിക്കും അല്ലേ? ഇനി ഇതിൻ്റെ വിലയാണ് 499 അല്ലേ? പിന്നെ പറയുമ്പോൾ അത് കൂടുതലാണ്. വേണ്ടവർ വന്നാൽ മതി അല്ലേ? ഈ സാധനത്തിന് ഇപ്പം അങ്ങനെയാണ്, കിട്ടാനുമില്ല. പിന്നെ ക്വാളിറ്റിയുള്ള വണ്ടികൾ വളരെ കുറവാണ്. അത് മാത്രമല്ല പിന്നെ ഇത്രയും ഫിറ്റിങ്സ് ഏകദേശം ഒരു 3-3.5 ലക്ഷം രൂപയുടെ ഫിറ്റിങ്സ് ഇതിലുണ്ട്. അപ്പോൾ 499 പ്രൈസാണ് അല്ലേ? അത് നിങ്ങൾ വരിക, വന്നിട്ട് സംസാരിക്കുക. ക്വാളിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കാനുള്ളത് കുറച്ച് കൊടുക്കണം നമ്മുടെ ആൾക്കാർക്ക്. വേറെ അപാകതയൊന്നുമില്ലല്ലോ അല്ലേ? ഉറപ്പൊന്നുമില്ല. അത്യാവശ്യം നല്ല അടിപൊളി ഒരു ബ്രസ്സേയും കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? ഫ്രണ്ടിലെ ഗ്രില്ലൊക്കെ ഒന്ന് മാറ്റി ചെയ്തിട്ടുണ്ട്. ഇത് ഡീസലോ പെട്രോളോ? ഡീസലാണ്. VDI ആയിരിക്കും അല്ലേ? VDI ആണ്, ഡീസലാണ്. അതായത് പിന്നെ ഇന്നിപ്പോൾ എല്ലാവരും അന്വേഷിച്ച് കിടക്കുന്ന ഒരു സാധനം അല്ലേ? ഇത് കിലോമീറ്റർ എത്രയാണെന്നറിയോ? 70 ഓടിയിട്ടുള്ളൂ അല്ലേ? അത്യാവശ്യം വണ്ടി നല്ല നീറ്റാണ്. ഇത് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? പിന്നെ ഒന്നും മാറിയിട്ടൊന്നുമില്ല. കിലോമീറ്റർ നമുക്ക് ഇസ്റ്ററിയൊക്കെ പക്കയല്ലേ? എടുത്തു കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും റെഡ് കളർ വണ്ടിയും കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഇത് ബ്ലാക്ക് ആക്കിയതാണ് കേട്ടോ റൂഫ്. സംഭവം വീഡിയോയിൽ അങ്ങനെ വരില്ല. ഇതിപ്പോൾ നമുക്ക് എന്താ വില വരുന്നത്? 8.5 ലക്ഷം രൂപ. 8,50,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. 19 വണ്ടിയാണെന്ന് ആലോചിക്കണം. പിന്നെ ഇന്ത്യയിലൊക്കെ അടിപൊളി കേട്ടോ. ഇന്ത്യയിലൊക്കെ നല്ല ക്ലീൻ സാധനങ്ങളൊക്കെ ഇതുണ്ടോ, ലെതർ സീറ്റൊക്കെ ചെയ്താണ്. ഞാൻ എല്ലാത്തിൻ്റെയും കൂടി ഇങ്ങനെ കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ എന്തായാലും 8.5 ലക്ഷം രൂപയ്ക്ക് മാക്സിമം ഫുൾ ലോണോട് കൂടിയിട്ട് നിങ്ങൾക്ക് അത് എടുത്തുകൊണ്ട് പോകാം. അതുപോലെ തന്നെ I20 ആണെങ്കിലോ 2017 മോഡൽ. 17 പെട്രോൾ ഡീസലോ? പെട്രോൾ അല്ലേ? ആസ്റ്റയാ? ആസ്റ്റ ഓപ്ഷനിലാന്ന് തോന്നുന്നു. കാരണം പ്രൊജക്ടറും എല്ലാ സാധനവും വരുന്നുണ്ട്. ബാക്കിൽ 2 പുത്തൻ ടയറാണ്. ഫ്രണ്ടിലെ ടയർ ആവറേജ് ആണ് കേട്ടോ. പിന്നെ കിലോമീറ്ററോ? 1.25 പെട്രോൾ വണ്ടിയാ? നല്ല ഓട്ടമാണല്ലോ. കാരണം ഈ 17 പെട്രോൾ ആവറേജ് ഒരു 12 മുതൽ 15 ഉള്ളിലൊക്കെ കിട്ടുള്ളൂ മൈലേജ്. അപ്പോൾ 1.25 എന്ന് പറയുമ്പോൾ നല്ലോണം ഓടിച്ചിട്ടുണ്ട്. ഇത് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒരു സാധനം മാറിയിട്ടില്ല. കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കാം. ഓക്കെ. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് കിലോമീറ്റർ കൂടുതൽ ഓടിയ പെട്രോൾ വണ്ടി എന്ന നിലയ്ക്ക് മാക്സിമം വില പറയോ? 5.4 റേറ്റ് വരുന്നത്. 5.4. അത് നിങ്ങൾ സംസാരിച്ച് ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ? എന്തായാലും വരിക, വന്നിട്ട് വണ്ടി നോക്കുക. പിന്നെ വണ്ടി എന്തായാലും പുറമേ നോക്കുമ്പോൾ ഒരു കുറ്റവും നിലവിൽ പറയാനില്ല. വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. മാക്സിമം നിങ്ങൾക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു 4 വണ്ടി കൂടി കാണിച്ചു തരാം. ഒരു 4 വാഗണർ ഉണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് ഏതാ മോഡൽ വാഗണർ? 2010 മോഡൽ. 10 ആണ്. 10 ആകുമ്പോൾ നിലവിൽ ഇപ്പോൾ 25 പേപ്പർ ഉണ്ടാവും അല്ലേ? ഒരു വർഷത്തേക്കൊക്കെ ഉണ്ടോ അറിയോ? ഇല്ലെങ്കിൽ എടുത്തു കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ശരിക്കും കിലോമീറ്ററൊക്കെ എത്ര ഇരിക്കുന്ന അറിയോ? 1.14 ഓടി. LXയോ VXI ആണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം വരുന്ന അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല. ഗ്യാരണ്ടി കൊടുക്കുക അല്ലേ? 10 ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഒന്ന് പോളിഷ് ഒക്കെ ചെയ്താൽ ഒന്നുകൂടി വൃത്തിയാവും അല്ലേ? വിലയോ? 1.79. ഓക്കെ. അത് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നുകൂടി സെറ്റപ്പ് ആയി കൊടുക്കണം നമ്മുടെ ആൾക്കാർക്ക്. 1,79,000 രൂപയ്ക്ക് VXI വാഗണർ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. അതുപോലെ തന്നെ ഇതാണെങ്കിലോ
2013 മോഡൽ. 13 അതെ. 13 LXയോ VXയോ? ഇത് VX VX ഫുൾ ഓപ്ഷൻ അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും വരും. 13 അല്ലേ? റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഓടിയതോ? 1.19 ഓട്ടം. 1.19 ഓടി. ഓക്കെ, ഇതൊക്കെ ഈ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആയിരിക്കുമോ? അതെ, കിലോമീറ്റർ ജെനുവിൻ. പക്കയായിട്ട് ഉണ്ടാവുമല്ലോ അല്ലേ? പിന്നെ പരമാവധി ഇതൊന്നും ആരും തിരിക്കാനൊന്നും നിൽക്കൂല, എന്തെങ്കിലും ചോദിച്ചെന്നേ ഉള്ളൂ. റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. വിലയോ? 2.45. 2,75,000 രൂപ അല്ലേ? ഓക്കെ, കുറയ്ക്കാനുള്ള കുറച്ച് കൊടുക്കൂല നമ്മുടെ ആൾക്കാർക്ക്? അതെ, കൊടുക്കും. മറന്നു പോരുത് കേട്ടോ. ഓക്കെ, ഇനി ഇതാണെങ്കിലോ? ഇതിപ്പോ 2017 മോഡൽ. 17 ആണ്, അതായത് മോഡൽ കൂടി ഓട്ടോമാറ്റിക്. അടിപൊളി. കിലോമീറ്റർ ഓടി ഉണ്ട്? 64,000 ഓട്ടം. 64. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. എൻ്റെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാഫിക്കിലേക്കൊക്കെ അടിപൊളിയാണ്. ഓവറോൾ വണ്ടി നല്ല നീറ്റാണ്. VXI ആണ്, ഓട്ടോമാറ്റിക്കലി വരുള്ളൂ. ഇത് 64,000 കിലോമീറ്റർ ആണ് ഓട്ടം വരുന്നത്. 64 ഓടിക്കുള്ളൂ അല്ലേ? അപ്പോൾ ഏകദേശം ജെനുവിൻ ആയിരിക്കും അല്ലേ? എന്തായാലും 17 അല്ലേ വണ്ടി? വില എത്ര വരും? 4.35. 4.35. പിന്നെ ഓട്ടോമാറ്റിക് ആണ്. 17 മോഡൽ അല്ലേ? 17 മോഡൽ. ഓക്കെ, എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തോളാം. ഞാൻ ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ പുറമേ കാണുന്ന ലുക്ക് മാത്രം കേട്ടോ. ബാക്കി വണ്ടീൻ്റെ അവസ്ഥയൊക്കെ എന്താ നിങ്ങൾ വന്ന് നോക്കിയിട്ട് മാത്രം തീരുമാനിക്കുക. അതായത് ഒരു അൾട്ടോയും കൂടി കാണിച്ചു കൊടുക്കുക അല്ലേ? അൾട്ടോ ന്യൂ ഷേപ്പ് ആണല്ലോ. ഇതേതാ മോഡൽ? 2020 മോഡൽ. 20 BS6 വണ്ടി കേട്ടോ. അത്യാവശ്യം ബോഡി വൈസ് ഒക്കെ നല്ല നീറ്റാണ്. ഇത് കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 52,000. 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള അൾട്ടോ ആണ്. BS6 2020 മോഡലാണ്. പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഇത് 2020 10 മാസമാണ് കേട്ടോ ഡെലിവറി വന്നിട്ട്. ലാസ്റ്റ് വണ്ടി തന്നെയാണ്. പിന്നെ വിലയോ? 3.35 അല്ലേ? ഇത് LXയോ VXയോ? LXI ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും മോശമില്ലാത്ത കണ്ടീഷനിൽ 2020 വണ്ടി 3.35 അല്ലേ? മാക്സിമം 3 ലക്ഷം രൂപ വരെ ലോണും കയറ്റാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി കാണിച്ചു കൊടുത്താലോ? ലാസ്റ്റ് വണ്ടി ഒരു വെള്ള വാഗണർ ആണ് കേട്ടോ. വെള്ള വാഗണർ ഏതാ മോഡല്? 2010 മോഡലാണ്. ഇത് 10 ആണോ? അമ്പ. ഇപ്പോൾ ഇവിടെ കാണിച്ചതിനേക്കാൾ എല്ലാത്തിനേക്കാളും വൃത്തിയുണ്ടല്ലോ. പിന്നെ കിലോമീറ്ററോ? 55. ആ ക്വാളിറ്റിയാണ് ആ വണ്ടിക്ക് കാണുന്നത് അല്ലേ? VXയാ? ഇത് LXI ആണ്. LXI ആണ് അല്ലേ? ഓക്കെ, എന്തായാലും AC പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോയും ഉണ്ടാവും. പക്ഷേ വണ്ടിയുടെ ക്വാളിറ്റി അടിപൊളിയായിട്ട് 2010 പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, അത്രയും നീറ്റ് വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. വിലയോ? 1.95 അല്ലേ? ആ പ്രൈസിന് എന്തായാലും മുതലാട്ടോ. ലോ കിലോമീറ്റർ ആണ് വണ്ടി. നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് കൊടുക്കൂലേ? മാക്സിമം വില കുറച്ച് കൊടുക്കണം കേട്ടോ. ആൾക്കാർ വരുമ്പോൾ പറയും റോഡ് മാസ്റ്റർ കണ്ടു വന്നാന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് നോക്കിക്കോളൂ. 2010 മോഡൽ വാഗണർ LXI ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മൈക്കാറിലെ വാഹനങ്ങളൊക്കെ? അടിപൊളിയല്ലേ? അതായത് നിങ്ങൾ വരിക, മാക്സിമം ചെക്ക് ചെയ്യുക, എന്നിട്ട് എടുക്കുക. മാക്സിമം കുറയ്ക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റം വില കുറച്ചാണ് ഇപ്രാവശ്യം എന്തായാലും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരം കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ മാക്സിമം ഇങ്ങനത്തെ വീഡിയോസ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോയിൽ നിന്ന ആൾക്കാർക്ക് പുതിയതായിട്ട് നിന്നതുകൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്ത് വേണമെങ്കിലും നമ്പർ വെച്ചിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോയോ വീഡിയോയോ എന്ത് വേണമെങ്കിലും അയച്ചു തരും കേട്ടോ. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. നല്ല വണ്ടി വേണ്ടവർ മിസ് ചെയ്യേണ്ട. ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും